2025 നവംബർ മാസം 5-ാം തീയതി മലയാള മനോരമ ഓൺലൈനിൽ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. CPI അംഗവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിലെ മെമ്പറുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു അഭിമുഖമായിരുന്നു അത്. ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായി, ഭാരം ഇറക്കി വയ്ക്കണം, എല്ലാം തുറന്നു പറയും, ബിനോയ് വിശ്വം നിസ്സഹായൻ. ഇതായിരുന്നു മനോരമയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൻ്റെ തലക്കെട്ട്. ഈ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു ദിവസം മുൻപ്, അതായത് നവംബർ 4-ാം തീയതി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു വരുന്ന സമയത്ത് മറ്റൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. CPIക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ശ്രീനാദേവി ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഞാനിപ്പോൾ പറഞ്ഞത് മനോരമയിലെ ഹെഡിങ്ങാണ്. ആ വാർത്തയുടെ തലക്കെട്ടിന് താഴെ പോയിന്റുകളായി ശ്രീനാദേവിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നൽകിയിരുന്നു. പാർട്ടിക്കു നൽകിയ പരാതികളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൗനം പാലിച്ചെന്ന് വിമർശനം എന്നുള്ളതായിരുന്നു ഒരു പോയിന്റ്. രണ്ടാമത്തേത്, മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയത് പാർട്ടിയിൽ തഴയപ്പെടാൻ കാരണമായി. മൂന്നാമത്തേത്, ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ ഇത്തവണയും വനിതാ വാർഡ്. ഈ 3 പോയിന്റുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്ത. അതിന് പിറ്റേ ദിവസം നമ്മൾ ആദ്യം പറഞ്ഞ അഭിമുഖം മനോരമ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ശ്രീനാദേവി കുഞ്ഞമ്മയോട് ലേഖകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിലേക്കാണെന്ന് പ്രചരണമുണ്ടല്ലോ എന്നായിരുന്നു ആ ചോദ്യം. അതിന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ മറുപടി, എനിക്കറിയില്ല ആ പ്രചരണത്തെക്കുറിച്ച് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു അടുത്ത ചോദ്യവും. മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഭാവി തീരുമാനമെടുത്തിട്ടില്ല, ഉറപ്പായും ഒരു തീരുമാനമുണ്ടാകും, ആ തീരുമാനം എന്താണെന്ന് നിലവിലൊന്നും ആയിട്ടില്ല. ഇതായിരുന്നു സീന പറഞ്ഞ മറുപടി. തൊട്ടടുത്ത ചോദ്യം വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമായിരുന്നു. ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ എന്നായിരുന്നു ചോദ്യം. അതിന് സീന പറയുന്ന മറുപടി, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു വ്യക്തിത്വം ഉണ്ടായ ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത് എന്നാണ്. അതായത് വ്യക്തിത്വം ഉണ്ടായത് കൊണ്ടാണ് എന്നെ മത്സരിപ്പിച്ചത്. പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും നിൽക്കാൻ എനിക്കറിയാം. രാഷ്ട്രീയ മേഖലയിൽ ഉപകാരപ്രദമായി ഇടപെടാൻ ഒരു പ്ലാറ്റ്ഫോം സ്വീകരിക്കും. പ്ലാറ്റ്ഫോം വേണ്ടേ എന്ന ചോദ്യത്തിനുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മറുപടി ഇതായിരുന്നു. അതായത് പള്ളിക്കൽ ഡിവിഷനിൽ താൻ മത്സരിച്ച് വിജയിച്ചത് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലല്ല എന്ന് പരസ്യമായി പറയുകയാണ് പുള്ളിക്കാരത്തി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ അഭിമുഖം മനോരമയിൽ പ്രസിദ്ധീകരിച്ചത് നവംബർ 5-ാം തീയതിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം കൃത്യം 12 ദിവസം കഴിഞ്ഞ്, അതായത് നവംബർ 17-ന് മനോരമയിൽ തന്നെ മറ്റൊരു വാർത്ത എത്തി. ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ, VD സതീശനുമായി കൂടിക്കാഴ്ച, സണ്ണി ജോസഫ് അംഗത്വം നൽകും. ഇതായിരുന്നു ആ വാർത്ത. ഒന്ന് ആലോചിക്കണം, ഈ വാർത്ത വരുന്നതിന് ഏകദേശം 10 ദിവസം മുൻപ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ്. ഭാവി തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ശ്രീനാദേവി 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരിയായി അതേ പള്ളിക്കൽ ഡിവിഷനിൽ ജനവിധി തേടുകയും ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശ്രീനാദേവി കുഞ്ഞമ്മ ജനവിധി തേടുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം അവർ ഡിവിഷനിൽ വിജയിക്കുമോ എന്നുള്ളതാണ്. കാരണം മുൻപ് ഇതേ ഡിവിഷനിൽ CPI സ്ഥാനാർത്ഥിയായി ജനവിധി തേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് ശ്രീനാദേവി. ഇപ്പോൾ എതിർപക്ഷത്തു നിന്നും ജനവിധി തേടുമ്പോൾ എന്താണ് ശ്രീനാദേവി അവിടെ നേരിടാൻ പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ആദ്യമേ പറയാമല്ലോ, ശ്രീനാദേവിയും കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നത് പോലെ പള്ളിക്കൽ ഡിവിഷനിൽ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടം വില്ലനായ ഗർഭചിത്ര കേസ് മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 31-ന് CPI അംഗവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ മെമ്പറുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വകയായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ CPIയിൽ നിന്നുള്ള രാജിക്ക് കാരണമായ പ്രധാന വിവാദങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. കോൺഗ്രസ് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങളും നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി എന്ന ആരോപണവും ഉൾപ്പെടെയുള്ള കേസുകൾ ഉയർന്നു വന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുള്ളിക്കാരന് പിന്തുണ പ്രഖ്യാപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നും, എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്
അന്വേഷിക്കണം എന്നുമാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതുവരെ മാങ്കൂട്ടം ചെയ്ത എല്ലാ കുറ്റങ്ങളെയും ഒറ്റയടിക്ക് റദ്ദു ചെയ്യുന്ന ഒരു പ്രസ്താവനയായിരുന്നു അന്ന് അവർ നടത്തിയത്. പക്ഷേ ശ്രീനാദേവിയുടെ ഈ നിലപാട് CPI നേതൃത്വം കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ നിലപാടിനെ തള്ളിക്കളയുക മാത്രമല്ല, ശ്രീനാദേവി ഇപ്പോൾ പാർട്ടി അംഗമല്ലെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലെന്നും CPI ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം മാസങ്ങൾക്ക് മുൻപ് തന്നെ CPI നേതൃത്വവുമായി ശ്രീനാദേവി കുഞ്ഞമ്മ തെറ്റിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതി. കൃത്യമായും ഒരു കാര്യം ഉറപ്പിക്കാം, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ഡീൽ നടന്നതും ഈ സമയത്താണ് എന്നുള്ളത്. 2 മാസങ്ങൾക്ക് ശേഷം നവംബർ 4-ാം തീയതി അവർ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവയ്ക്കുമ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ ഇടതുപക്ഷ സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള കാലയളവായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവയ്ക്കുന്നത് വരെയുള്ള ആ 2 മാസ കാലയളവ്. ഏതായാലും കോൺഗ്രസുമായി നേരത്തെ തന്നെ ഡീൽ ഉറപ്പിച്ചതിനാൽ രാജിവയ്ക്കുക എന്നൊരു സാങ്കേതിക നടപടി മാത്രമേ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് മുന്നിൽ അവശേഷിച്ചിരുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വോട്ട് അഭ്യർത്ഥന വീഡിയോ പലരും കണ്ടത് ഒരു അമ്പരപ്പോടെയാണ്. കാരണം സാരി മാറുന്ന ലാഘവത്തോടെ സ്വന്തം ആശയവും രാഷ്ട്രീയവും മാറി ഇത്തരത്തിൽ പൊതുജനങ്ങളെ സമീപിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ സ്വാഭാവികമായി ഉയരുന്നത്. എന്നാൽ ആ ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ രാഷ്ട്രീയ മാറ്റത്തിലൂടെ വ്യക്തമാക്കുന്നത്. ചിന്തിക്കാനുള്ളത്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയിലെ ഒരു യുവജന പ്രതിനിധി എന്ന നിലയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തിയ വിഷയങ്ങളിൽ CPM എന്ന രീതിയിൽ ആരും ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നടപ്പ് രീതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ 2020-ൽ പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിച്ച് വിജയിച്ചത് 5861 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷം പാവപ്പെട്ട CPM അണികൾ വിയർത്ത് നേടിക്കൊടുത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ രാഷ്ട്രീയ ചതിയിൽ ഉറപ്പായും CPMനും ഇനി ഇടപെടാം, അഭിപ്രായം പറയാം, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാം. പൊതുരംഗത്ത് ഒന്നുമേ അല്ലാതിരുന്ന ശ്രീനാദേവിയെ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് CPI ആണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ തീരുമാനം ഏറെ ആവേശത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, പ്രത്യേകിച്ചും CPM പ്രവർത്തകർ ഏറ്റെടുത്തത്. അതിൻ്റെ പിൻബലത്തിൽ അവർ ആദ്യമായി വന്നിറങ്ങിയ നാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരിക്കലും സ്വന്തം കഴിവുകൊണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കഠിന പ്രയത്നത്തിൻ്റെ വിജയമായിരുന്നു. 60 മാസം തികയാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ശ്രീനാദേവി രാജിക്കത്ത് നൽകിയത്. അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള ബസ് കാത്തു നിൽക്കലാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി. ഈ 59 മാസവും അവർ വാങ്ങിയ ഓണറേറിയത്തിലെ ഓരോ നോട്ടിലും പള്ളിക്കലിലെ CPM പ്രവർത്തകരുടെ കൂടി വിയർപ്പിൻ്റെ മണമുണ്ട്. രാജിവെച്ച് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെയും ഇവർ ഉയർത്തിക്കാണിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് അർഹതപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചു എന്നുള്ളതായിരുന്നു അത്. അവരുടെ ഓരോ വാക്കിലും നിഴലിച്ചു നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തനിക്ക് ലഭിച്ചില്ല എന്ന ഇച്ഛാഭംഗം മാത്രമല്ല അവിടെ മറ്റൊന്നുകൂടിയുണ്ട്. തന്നെക്കാൾ സീനിയോറിറ്റിയുള്ള ജില്ലയിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി എന്നതിനെയാണ് ഇവർ ഇങ്ങനെ വികലമായി ചിത്രീകരിക്കുന്നത് എന്ന കാര്യം. ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് കേരളത്തോട് വ്യക്തമാക്കിയത് CPMോ CPIയോ അല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ്. കോൺഗ്രസ് തന്നെ കുറ്റവാളി എന്ന് നിശ്ചയിച്ചയാളെ വെള്ളപൂശ ശ്രീനാദേവി ഇട്ട പോസ്റ്റിൽ ഈ വിഷയത്തിലെ അഭിപ്രായം വ്യക്തമാക്കാമോ എന്ന് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഉത്തരം കിട്ടാതെ ഇപ്പോഴും ആ ചോദ്യങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ശ്രീനാദേവിക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടിയും ഉണ്ടാവില്ലെന്ന് പള്ളിക്കലിലെയും അടൂരിലെയും ജനങ്ങൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ CPM അടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ CPIയോടുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് മനോജ് ഒരു കാര്യം പറയുന്നുണ്ട്. എവിടെയോ ജീവിച്ചിരുന്ന ഒരാളെ കണ്ടെത്തിക്കൊണ്ടുവന്ന് അവസരം നൽകി ജനപ്രതിനിധിയാക്കിയത് CPI ആണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഉപദേശിക്കാൻ മാത്രം മഹത്വമൊന്നും ഇവർക്കില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. സഖാവ് മനോജ് പറഞ്ഞതൊരു നിലപാടാണ്.
LDF എന്ന മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് വർഗശത്രുവിനെതിരെ കൈക്കൊള്ളേണ്ട നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് CPM പ്രവർത്തകർ, CPI പ്രവർത്തകരല്ല, CPM പ്രവർത്തകർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അവസരം നൽകരുത് എന്ന ഉറച്ച തീരുമാനം. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തൻ്റെ ഒരു പോസ്റ്റർ പങ്കുവച്ചിരുന്നു. അതിന് അടിക്കുറിപ്പായി പൊരുതുകയാണ് കൂടെ ഉണ്ടാവണം എന്ന ക്യാപ്ഷന് നൽകിയിരുന്നു. അഴിമതിക്കെതിരെ കാലം കാത്തുവച്ച പെൺകരുത്ത് എന്നൊരു വാചകവും ആ പോസ്റ്റർ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളൊക്കെ വന്ന് ഓൾ ദ ബെസ്റ്റ്, വിജയ് ഭവ എന്നിങ്ങനെയുള്ള ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മറ്റൊരു പ്രൊഫൈലിൽ നിന്നും വന്നൊരു കമൻറ്റ് അടുത്ത ചട്ടത്തിൽ BJPയിൽ പോയി പൊരുതും എന്നായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വ്യക്തിക്ക് സമൂഹം നൽകുന്ന പരിഗണന അത്രയൊക്കെ മാത്രമേ ഉള്ളൂ.